ആശിച്ചൊരുന്നമെത്തണം, കണ്ണീരില്ലാത്ത നാളിലെത്തണം, പൂജ്യത്തിൽ നിന്നും ഒന്നിലെത്തുവാൻ ഇത്രയും നേരമോ ഇത്രയും ദൂരമോ. ഹായ്, ഈ പാടിന്റെ വരികൾ ശ്രദ്ധിച്ചില്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും കേട്ടോ. നമുക്കിപ്പോൾ എന്തിനെങ്കിലും ഒരു നല്ലൊരു സ്ഥലത്തെത്തണം, നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ പ്രതീക്ഷ കൈവിടരുത്. ആ പ്രതീക്ഷയോടെ തന്നെ മുന്നോട്ട് പോവുക. അതിനിടയ്ക്ക് ഒരുപാട് വിഷമങ്ങൾ കാണും, സഹിക്കാൻ പറ്റാത്ത സങ്കടങ്ങൾ കാണും, അതിനിടയ്ക്ക് ഒരുപാട് സ്ട്രഗിളിങ് ഉണ്ടായിരിക്കും. നമുക്ക് പറയാൻ പോലും പറ്റാത്ത അത്രയും വിഷമവും മനസ്സിൽ സങ്കടങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. ഇപ്പോഴും വിജയത്തിലൊക്കെയുള്ള പാത പറഞ്ഞു കേട്ടിട്ടുള്ളതുപോലെ കല്ലും മുള്ളും നിറഞ്ഞതും സങ്കടങ്ങളും ദുഃഖകരങ്ങളും ഒക്കെ തന്നെയാണ്. പക്ഷെ ആ ചെന്നെത്തുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, അത് നമ്മൾ ആഗ്രഹിക്കുന്ന ആ പോയിന്റ് എത്തുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് നമ്മുടെ മനസ്സിൽ. അതാണ് ഏറ്റവും വലുത്. അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ആ ഇടയ്ക്ക് ഉണ്ടാകുന്ന കുറച്ച് സ്ട്രഗിളിങ് അങ്ങ് മറക്കുക, സങ്കടങ്ങൾ ഉണ്ടായാൽ അങ്ങ് മറന്ന് മുന്നോട്ട് തന്നെ പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഭയങ്കര സക്സസ് ആയിരിക്കും. ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്നുള്ള കാര്യമാണ്. പക്ഷെ ഇടയ്ക്കൊക്കെ നമ്മൾ വിചാരിക്കും, ഇനി എന്തിനാണ് നമുക്ക് ഡ്രോപ്പ് ചെയ്ത് ഇവിടെ അങ്ങനെ ഉപേക്ഷിക്കുക എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങ് മടുക്കും. ചില സമയങ്ങളിൽ നമുക്ക് മടുത്തു പോകും. എന്നാലും നമ്മൾ നമ്മുടെ പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് തന്നെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും എന്നാണെങ്കിലും നമുക്കൊരു സക്സസ് ഉണ്ടാവും. അതിപ്പോൾ നമ്മൾ വിചാരിച്ച ആ ഒരു ലെവലിൽ തന്നെ എത്തണമെന്നില്ല, പക്ഷെ അതിനേക്കാൾ അപ്പുറമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും, ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മൾ ആഗ്രഹിക്കുന്നിടത്ത് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം, നമ്മൾ തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ